പുരുഷന്മാരുടെ വസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഷർട്ടുകൾ. മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും വർഷങ്ങൾക്ക് മുന്നേ തൊട്ടുള്ള ഒരു ട്രഡീഷണൽ വസ്ത്രമായി നമുക്ക് ഷർട്ടിനെ കണക്കാക്കാനാകും. ഷർട്ടുകളുടെ പോക്കറ്റുകൾ സാധാരണയായി കണ്ടുവരുന്നത് ഇടതുവശത്താണ്. ഫാഷൻ ലോകത്തെ മാറ്റങ്ങൾക്കനുസരിച്ച് പുതിയ രീതിയിൽ വന്നിട്ടുണ്ടെങ്കിലും ഭൂരിഭാഗവും ഇടതുവശത്ത് തന്നെയാണ് ഷർട്ടിന്റെ പോക്കറ്റുകൾ ഉണ്ടാവാറുള്ളത്. എന്നാൽ വെറുതെയല്ല ഇടതുവശത്ത് പോക്കറ്റുകൾ തയ്ച്ചു വെച്ചിട്ടുള്ളത്. അത് ഫാഷനു വേണ്ടി മാത്രമുള്ളതുമല്ല. ഈ പോക്കറ്റിന് പിന്നിൽ ഒരു കഥയുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ ഷർട്ടിന് പോക്കറ്റുകൾ ഉണ്ടായിരുന്നില്ല. വാസ്തവത്തിൽ ആദ്യകാലത്ത് ഷർട്ടുകൾ ഇടാനുള്ള സുഖത്തിനും സൗകര്യത്തിനും വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്ത ലളിതമായിട്ടുള്ള വസ്ത്രങ്ങളായിരുന്നു. 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും വസ്ത്രശൈലികൾ പരിണമിച്ചതോടെ ഷർട്ട് പോക്കറ്റുകൾ പ്രത്യക്ഷപ്പെടാനും തുടങ്ങി. ദൈനംദിന ഉപയോഗത്തിനായി കൂടുതൽ പ്രചാരത്തിലായ പുരുഷന്മാരുടെ വസ്ത്രമായ ഷർട്ടുകളിൽ പോക്കറ്റുകൾ കൂടുതലായി ഉപയോഗത്തിലും വരാൻ തുടങ്ങി. മിക്ക പുരുഷന്മാരും വലൻ കയ്യന്മാരായതിനാലാണ് ഈ ആദ്യകാല പോക്കറ്റുകൾ സാധാരണയായി നെഞ്ചിന്റെ ഇടതുവശത്ത് തുന്നിച്ചേർത്തിരുന്നത്. പേന, വാച്ച്, തൂവാല തുടങ്ങിയ ചെറിയ വസ്തുക്കൾ സൂക്ഷിക്കാൻ രൂപകൽപ്പന ചെയ്തതായിരുന്നു ആദ്യകാലത്തെ ഈ ചെസ്റ്റ് പോക്കറ്റ്. 20ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ഷർട്ട് പോക്കറ്റുകളുടെ ഡിസൈനുകൾ മാറിമറിഞ്ഞു. ഡിസൈനർമാർ വ്യത്യസ്ത ശൈലികൾ, സ്ഥാനങ്ങൾ എന്നിങ്ങനെ പരീക്ഷണങ്ങൾ നടത്തി. 1950കളിലും 1960കളിലും ഇരട്ട പോക്കറ്റുകൾ പ്രത്യേകിച്ചും ജനപ്രിയമായി. ഡബിൾ പോക്കറ്റ് ഷർട്ടുകൾ കാഷ്വൽ വസ്ത്രരീതിയുടെ ഭാഗമായി മാറി. മറുവശത്ത് അതേ കാലയളവിൽ തന്നെ പോക്കറ്റില്ലാത്ത ഷർട്ട് ഒരു മിനിമലിസ്റ്റ് ട്രെൻഡായി ഉയർന്നു വന്നു. മിനുസമാർന്നതും വൃത്തിയുള്ളതുമായ ഡിസൈനുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഫാഷനിൽ ലാളിത്യത്തിന്റെ പ്രതീകമായി പോക്കറ്റില്ലാത്ത ഷർട്ടുകൾ മാറി. 1960കളിലും 70കളിലും ഇത് ജനപ്രിയമായിരുന്നു. പിന്നെയും കാലങ്ങൾ പിന്നിട്ടപ്പോൾ വസ്ത്രസങ്കല്പത്തിലും ഫാഷനിലും വന്ന മാറ്റങ്ങൾ ഷർട്ടുകളുടെ പോക്കറ്റിലും പ്രതിഫലിച്ചു തുടങ്ങി.